ഈ പോയിന്റ് ബിയിൽ VSSൻ്റെ മേലിലേക്കും താഴെ നിന്ന് ഡാനിയൽസിലെ ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിലേക്കും. ഇനി നമ്മൾ ഇത് ഓരോ മൂവ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്കും ഈ വോൾട്ട് മീറ്ററിൽ ഇതിൽ 0, 0.1, 0.2, 0.4, 0.3 അല്ല 0.5, 0.6, 0.7, 0.8, 0.9, 10 അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം നമുക്കിഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു 10 ഡിവിഷൻ എടുത്താൽ മതി. ഇതിൽ ഇപ്പം നേരത്തെ ചെയ്തതിൽ എടുത്തിരിക്കുന്നത് 0.12, 0.14, 0.16, 0.18, 0.20, 0.22, 0.24 അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള രീതിക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് ചെയ്തേക്കുന്ന പോലെ ഒരു 0.2യിലേക്ക് ഒരു 0.12 എടുക്കാം. പോയിന്റ് 12 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലൊക്കെ വരും. പോയിന്റ് 12 ആയി ഇപ്പോൾ. അല്ല 0.21 ആയി. 0.21 ആയി. ഇപ്പോൾ 0.2 എന്ന് വേണമെങ്കിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ 0.21 എത്രയാണോ ബാലൻസ് ലെങ്ത് എന്ന് നോക്കുക. ആ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് 100, പിന്നെ ഇവിടെ നിന്ന് 200, 324 സംതിങ് വരും. 24-ഉം 23-ൻ്റെ ഇടയ്ക്ക് വരും. അപ്പം അതാണ് ഇവിടെ എഴുതാനുള്ളത്. ഇവിടെ 122.6 ആണ്. അത് കാരണം 0.12 എടുത്തപ്പോഴാണ് 122.6. ഇതിൽ 0.21, 22 ഒക്കെ എടുത്തപ്പോഴത്തേക്കും 2173 വന്നു. ഈ കേസിൽ 224 സംതിങ് വരും. ഇനി അതേപോലെ ഈ ഫ്ലക്ച്വേഷൻ മാറ്റി ഒരു 0.24 കൊടുത്തെന്ന് വിചാരിച്ചോ. 0.24 ഏകദേശം വന്നു. അപ്പോൾ 0.24 കൊടുക്കുമ്പോഴത്തേക്കും ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ആ പോയിന്റും ഈ നമ്മളുടെ ഡിസ്റ്റൻസ് നോക്കുക. അവിടെ നിന്ന് 100 വന്നു, പിന്നെ 200 പോയി, 358, 57 അതിൻ്റെ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ ആ വാല്യൂ ആ ടേബിളിൽ നോട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്ന് ചെയ്യുക. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും 0.36 ആ റേഞ്ചൊക്കെ വരും. 0.36 ഒക്കെ വരും. പിന്നെ അടുത്ത് ചെയ്യുമ്പോഴത്തേക്കും 0.4443 ആ റേഞ്ചൊക്കെ വരും. ആ റേഞ്ചിൽ ഓരോ റേഞ്ചും വെച്ചിട്ട് മാറ്റി നമ്മൾ ഏതാണോ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുക. ആ ബാലൻസ് ലെങ്ത് ടാബ്ലോ കോളത്തിൽ നോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.